ഞാൻ MB സന്തോഷ്. എൻ്റെ ലേഖന സമാഹാരമാണ് അതീതം. രാജ്യത്ത് നിന്ന് പ്രതിവർഷം 8 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വിദേശങ്ങളിലേക്ക് ഉപരിപഠനത്തിനായി പോകുന്നത്. കേരളത്തിൽ നിന്ന് ശരാശരി 42,000 വിദ്യാർത്ഥികൾ. ഇവരിൽ 54.4% പെൺകുട്ടികളാണ്. പ്രവാസികളായ സ്ത്രീകളിൽ 72% പേരും ബിരുദധാരികളോ അതിനു മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരോ ആണ്. ഇത് ഒരാഴ്ചയിൽ 1 വീതം മെട്രോ വാർത്താ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് അവയുടെ സമാഹാരമാണ്. ഞാൻ MB സന്തോഷ്. എൻ്റെ നോവലാണ് പ്രണയാനന്ദം. അഭയന് എഞ്ചിനീയറിംഗ് പഠനം അക്ഷരാർത്ഥത്തിൽ ബാലികേറമലാവുകയായിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. പഠനം കൊണ്ട് ഇനി രക്ഷപ്പെടാനാവൂ എന്നവനറിയാം. പക്ഷേ ഇത് തലയ്ക്കകത്തേക്ക് ഒന്നും കയറുന്നില്ല. ഇത് മെട്രോ വാർത്ത ഓണപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി 1 മാസത്തോളം എടുത്താണ് ഞാൻ എഴുതിയത്. എൻ്റെ പേരാണ് സന്തോഷ് മാമൻ. നോക്കി കൊതി വിടണ പത്രപ്രവർത്തക യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ R. കിരൺ ബാബുവിനെ ക്ഷണിക്കുന്നു. 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ്. നമുക്ക് വേഗത്തിൽ തന്നെ ചടങ്ങുകളിലേക്ക് കിടക്കാം. ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ച സങ്കീർത്തനം പബ്ലിക്കേഷൻസിൻ്റെ ഞാൻ ഭാസി ചേട്ടൻ എന്ന് വിളിക്കുന്ന ആശ്രമം ഭാസി മുതൽ ഏറ്റവും ഒടുവിലത്തെ ഈ 2 പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് നിമിത്തമായ മോഹൻകുമാർ എന്ന ഒലി ബുക്സിൻ്റെ ഇവിടുത്തെ എല്ലാമെല്ലാമായ മോഹനേട്ടൻ വരെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നു എന്നുള്ളത് അടുത്ത സന്തോഷം. അതിൽ തന്നെ പ്രത്യേകിച്ച് പറയേണ്ടത്, ഇപ്പോൾ മലയാള മനോരമ വാരികയിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓട്ടോ ഡ്രൈവർ എന്നുള്ള നോവൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ചുമതലയും ഭാസിചേട്ടൻ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് അടുത്ത സന്തോഷം. ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന ഈ 2 പുസ്തകങ്ങളെ പറ്റിയും വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. സന്ദീപ് പ്ലീസ്. പക്ഷേ ഈ 2 പുസ്തകങ്ങളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് 2 പേരെ ഓർമ്മിക്കാതിരിക്കാനാവില്ല. ആദ്യത്തെ പേര് ശ്രീ R. ഗോപികൃഷ്ണൻ. അദ്ദേഹം എൻ്റെ ആദ്യത്തെ ചീഫ് ന്യൂസ് എഡിറ്റർ ആയിരുന്നു. ഞാൻ മംഗളത്തിൽ ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ ചീഫ് ന്യൂസ് എഡിറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കേരളൗന്തിയിൽ നിയമനം കിട്ടുമ്പോൾ മംഗളത്തിൽ അന്ന് വളരെ നല്ല രീതിയിൽ ഗോപികൃഷ്ണൻ സാറ്, KM റോയ് സാറ്, അങ്ങനെ ഒരു വലിയ നിര മാധ്യമപ്രവർത്തകരുണ്ട്. അവരിൽ നിന്ന് വിട്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചന നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത്, എന്തായാലും സന്തോഷിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ കേരളൗന്തി, തീർച്ചയായും പോകണം എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ശ്രീ R. ഗോപികൃഷ്ണൻ. നമ്മുടെ പ്രിയപ്പെട്ട ഓണക്കൂർ സാറിന്റെ അവതാരികളുടെ എണ്ണം തീർച്ചയായിട്ടും കണക്കിലെടുത്തിട്ടില്ല. എങ്കിൽ ഈ 220 എത്രയോ കൊല്ലം മുമ്പ് സാറ് പിന്നിട്ടു എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോ കേന്ദ്ര സാഹിത്യ അവാർഡ് ഉൾപ്പെടെ വലിയ അവാർഡുകൾ കിട്ടിയ അദ്ദേഹത്തിന്റെ ഹൃദയരാഗങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ആത്മകഥാപരമാണ്. മാത്രം ഞാൻ പരിചയപ്പെടുത്തിയത് അദ്ദേഹം കഥയും നോവലും നാടകവും കൂടിയൊക്കെ എഴുതുന്ന ആളാണ്. ഇനിയിപ്പോ ഞാൻ എന്റെ രംഗത്ത് കൂടി അദ്ദേഹത്തിന്റെ ഈ എതിരാളിയെ മനഃപൂർവ്വം സൃഷ്ടിക്കേണ്ട എന്ന് കരുതിയാണ് ആ 3.5 ഒരു വാക്കുപോലും മറ്റൊരു മനുഷ്യന് മനസ്സിലാവാത്ത വാക്ക് ഉപയോഗിക്കാതെ എന്താണ് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഏതെങ്കിലും അഴിമതി കേസുകളോ സർക്കാർ രേഖകളോ ഒക്കെ എഴുതുമ്പോൾ ആ എഴുത്തിനെ എങ്ങനെ ഏറ്റവും ലളിതമാക്കാം, അതിനെ എങ്ങനെ കാവ്യഭംഗിയോട് കൂടി മാറ്റാം എന്നുള്ളതാണ് ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഞാൻ MB സന്തോഷിൽ കണ്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ കൃഷ്ണൻ നായരുടെ പങ്ക്തിയിൽ കിട്ടിയതാണ്. ഞാൻ അങ്ങനെ അത് എവിടെ ഉപയോഗിക്കും എന്നറിയാതെ കുറെ കാലമായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. കൊള്ളാം എന്നെല്ലാം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ അടുത്ത പരാതി, പക്ഷെ സാറെ വേറെ കാര്യമുണ്ട്, ഞാനിതൊരു 6 തവണ അതിനു മുമ്പ് വിവിധ വാർത്തകളിലായിട്ട് എഴുതിയിരുന്നു. വാർത്തയായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആദിവാസി കുടിലേക്ക് ആദ്യമായി കഥകളും ഒക്കെ, ഈ പാട്ടുകൾ, സിനിമാ പാട്ടുകളും ഒക്കെ ഈ ഫീച്ചറുകൾ ഉപയോഗിക്കുന്ന
അന്ന് കായിക താരങ്ങളെ കാടി പിടിപ്പിക്കാൻ മുന്നിൽ നിന്ന ഉദ്യോഗസ്ഥ സംവിധാനം അതേപടി തുടരുകയാണ്. വീഴ്ച ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, ഇത് വായിക്കുന്ന മന്ത്രിക്ക് ഓർമ്മ വേണം, താൻ ഇങ്ങനെ മുന്നിൽ നിന്ന് നയിച്ച സമരം എന്തിനെതിരെയാണോ താൻ സമരം ചെയ്തതോടെ വായുവിലേക്ക് ശബ്ദമില്ല. ഞാൻ സന്ദീപ് വള്ളിക്കുന്ന് സ്വാഗതം പ്രസംഗം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച പദം ഏത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിച്ചു. അത് സന്തോഷം എന്ന്. സന്തോഷം. എനിക്ക് MP സന്തോഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും മനസ്സിൽ തെളിയുന്ന ചിത്രം പ്രസാദ സുന്ദരമായ ആ സാന്നിധ്യം ആണ്. നന്മ ചെയ്യുന്ന, നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ. അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബം, പ്രലീമ ഇവിടെയുണ്ട്, ഭരത്തുണ്ട്, ഭഗത്തുമുണ്ട്. സന്തോഷം പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, മക്കളുടെ കൂട്ടുകാരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. പക്ഷേ പ്രലീമയുടെ സുഹൃത്തുക്കളെ ആരെയും വിളിച്ചിട്ടില്ല. ഒരു കടുകയും കൂടി ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി എന്നാണ് ഉമ്മൻചാണ്ടിയുടെ 3ാം കോളാണ് ഞാൻ ചെയ്തത്. കാരണം അടുത്തത് പ്രണയാനന്ദത്തിന്റെ പ്രകാശനമാണ്. പ്രണയാനന്ദത്തിന്റെ പ്രകാശനത്തിന് വേണ്ടി സംവിധായകൻ ശ്രീ ദീപു കരുണാകരനെയും പുസ്തകം ഏറ്റുവാങ്ങാനായി ചിത്രകാരൻ ശ്രീ കാരക്കാമണ്ഡപം വിജയകുമാറിനെയും ആദരപൂർവ്വം വ്യക്തിയും ഓരോ ഓർമ്മകളാണ്. ഇപ്പോൾ ഓണക്കൂർ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഒരു ചിത്രമുണ്ട്, ചുവരിൽ ഒരു പെയിന്റിംഗ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് മറ്റൊരാൾ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ അത് പുറത്തു വരാതെ പോവുകയും ചെയ്തു. ഈ അതായത് 2000 ഉണ്ട്. അതുവഴി എങ്കിലും ഈ എഴുത്തുകൾ പുസ്തകമാകാതെ പോകുക. സിനിമയിൽ ഏകദേശം 7 സിനിമകൾ വരെ തിരക്കഥ എഴുതിയ ആളാണ് ഞാനെന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും സിനിമയിലേക്ക് വരുന്നത്, സംവിധായകനായി തന്നെ വരുന്നത് തന്നെ ഈ എഴുതാനുള്ള മടിയുണ്ടായിരുന്നു. അപ്പോൾ എന്താ പിന്നെ ഇങ്ങനെ എഴുത്തുകാരനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമാ തിരക്കഥാകൃത്തുക്കൾക്ക് ഒരു പ്രത്യേകതരം ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. അതായത് നമ്മൾ ആദ്യം ചെന്ന് സിനിമ എഴുതാമല്ലോ എന്ന് വിചാരിച്ച് നിർബന്ധിതനായി ഞാൻ എൻ്റെ ആദ്യ അനുഭവമാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യം കാണുന്ന ഒരു ഫുൾ ടൈം എഴുത്തുകാരനാണ്. എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം. ഇത്രയും നാള് എൻ്റെ 20-24 വർഷത്തെ സിനിമാ ജീവിതത്തിൽ എന്തേ നേരത്തെ കണ്ടില്ല എന്ന് സിനിമയിൽ പറയും പോലെ പുള്ളിക്കാരനെ കണ്ടില്ല എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ ഏറ്റവും വലിയ ഞെട്ടിക്കലായിരുന്നു സന്തോഷമായിട്ട്. രണ്ടാമത് പറയാനുള്ളത്, എഴുത്ത് എന്ന് പറയുന്നത് ഒരു ശീലം കൂടിയാണ്. പുള്ളിക്കാരൻ പറയുന്നത് ഒരിക്കലും അറിഞ്ഞ ഞാൻ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. ഒരു 1.5 മാസം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ ഷാജി കൈലാസിന്റെ പടം സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷാജി കൈലാസ് പിന്നെ പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഇതെങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ പ്രണയം കണ്ടത് പുള്ളിക്കാരൻ്റെ മക്കളിൽ നിന്നാണെന്നാണ് പറയുന്നത്. അവിടെ മക്കളോട് എനിക്ക് പറയാനുള്ളത് എല്ലാം വാച്ച് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഒക്കെ പുള്ളിക്കാരൻ കാണുന്നില്ല. അല്ലാതെ ഇങ്ങനെ ഒരു പ്രണയം ഇപ്പോൾ എഴുതാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരൻ്റെ മൈൻഡിലുള്ള പ്രണയം നമുക്ക് വളരെ എന്താ പറയുക, ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.
പുസ്തകത്തിനെ കുറിച്ച് കൂടുതൽ പറയാനും ഇതൊരു പ്രകാശം. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇവിടെ ഇരിപ്പുള്ളത്. ഇവിടെ ഇരിക്കുന്നവരിൽ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ കേരള കൗമുദിയായി ബന്ധമുള്ളവരാണ് അധികം പേർ. ഞാനും ആദ്യം കേരള കൗമുദിയിലാണ് സർക്കാർ സർവീസിൽ വരുന്നതിന് മുമ്പ് ജോലി ചെയ്തിരുന്നത്. എന്നോടൊപ്പം അന്ന് എൻ്റെ മുറിയിൽ ഉണ്ടായിരുന്ന ആളാണ് അവിടെ ഇപ്പോൾ ഫോൺ ചെയ്യുക. അതിനെ പറയേണ്ടുന്ന സമയക്കുറവുണ്ട്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ശ്രീ എം.പി. സന്തോഷ് നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്. 2 പുസ്തകങ്ങൾ അദ്ദേഹത്തിന് പ്രകാശനം ചെയ്തു കഴിഞ്ഞു. ശ്രീ സന്തോഷിനെ എനിക്ക് തോന്നുന്നു 80കളിലാണ് ആദ്യമായിട്ട് പ്രസീത എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഞാൻ കാണുന്നത്. പിന്നീടാണ് വർഷങ്ങൾക്ക് ശേഷം കേരള